ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് അറപ്പും വെറുപ്പുമുള്ള ആഭിചാരം, ക്ഷുദ്രപ്രയോഗങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് തൻ്റെ ജനവും മാറി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ നാം പങ്കാളികളായാൽ അല്ലെങ്കിൽ ഭാഗഭാക്കാകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം നമുക്ക് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, മന്ത്രവാദികൾക്കും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർക്കുമൊക്കെയുള്ള ഏറ്റവും ഒടുവിലത്തെ ഓഹരി എന്ന് പറയുന്നത് നിത്യനരകമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ക്ഷുദ്രക്കാർക്കും മന്ത്രവാദികൾക്കും നൽകാൻ പോകുന്ന ന്യായവിധി ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഈ മന്ത്രവാദത്തെക്കുറിച്ചും ക്ഷുദ്രപ്രയോഗത്തെക്കുറിച്ചും ധാരാളം വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൻ്റെ ജനം ഇതെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം. നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെക്കുന്ന ഉദ്ദേശമെന്ന് പറയുന്നത്, ഒരുപക്ഷെ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പെട്ടാൽ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോയാൽ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ പോകും. അതായത് ദൈവം വെച്ചിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, ആ ഒരു ദൈവിക അനുഗ്രഹങ്ങൾ അത് അനുഭവിക്കുവാൻ കഴിയാതെ പോകും. ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി വേദപുസ്തകത്തിൻ്റെ അകത്ത് ഈ ആഭിചാരത്തെക്കുറിച്ചും ക്ഷുദ്രപ്രയോഗങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ വളരെ വേഗം ഒന്ന് പോവുകയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ വാക്യം വളരെ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം. ഈ പഴയ നിയമത്തിലെ ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചകനായ യെശയ്യാവ്, യെഹസ്കേല്, ഹോശയ, ആ പുസ്തകങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ക്ഷുദ്രപ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയ പല ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാര കർമ്മങ്ങളും ഇന്നും സമൂഹത്തിൽ തുടരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് അത്ഭുതകരമായി തോന്നും. ചിലതൊക്കെ വലിയ സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യം പോലും നിയമങ്ങൾ കൊണ്ട് അതിനെയൊക്കെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ചിന്തിച്ച് നമ്മുടെ ആത്മീക വിടുതലിന് ഈ സന്ദേശം അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് വേഗത്തിൽ ഇതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 9 തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 9 കാര്യങ്ങളും ആഭിചാരവും ക്ഷുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 9 കൂട്ടം കാര്യങ്ങളിൽ നിന്നും ഒരു ദൈവപൈതൽ നിർബന്ധമായും ഒഴിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ദൈവം ഇത് വെറുക്കുന്ന പാപങ്ങളാണ്. ദൈവം വെറുക്കുന്നതാണ്. നാം അതിൽ ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാം. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ എത്തുമ്പോൾ ജാതികളുടെ മ്ലേച്ഛത നീ കണ്ട് പഠിക്കരുത്. അപ്പം നമുക്കറിയാം, ഈ പുരാതന കാലത്ത്, പ്രത്യേകിച്ച് ഈ പഴയ നിയമകാലങ്ങളിൽ കനാനിലൊക്കെ നിലനിന്നിരുന്ന ഒരുപാട് മ്ലേച്ഛമായ ആചാരങ്ങളും രീതികളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അപ്പം ഇത് കണ്ട് പഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം വളരെ കർശനമായി ദൈവജനത്തോട് പറഞ്ഞു, നിങ്ങൾ വേർപെട്ട ജനതയാണ്, ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൂതാത്മാക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഭാഗഭാക്കായാൽ അല്ലെങ്കിൽ പങ്കാളികളായാൽ ഭൂതത്തിന് ആ വ്യക്തിയിലേക്ക് കടന്നു വരുവാനുള്ള ആ ഒരു വഴി ആ വ്യക്തി തുറന്നിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ വെറുക്കുന്നത്. ദൈവം വെറുക്കുന്നത് ദൈവജനത്തിനും വെറുപ്പായിരിക്കട്ടെ. എന്താണ് ഈ 9 കൂട്ടം കാര്യങ്ങൾ? ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തേത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, ഇങ്ങനെയുള്ളവനെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അപ്പം അതിനകത്ത് മന്ത്രവാദികളുണ്ട്, ലക്ഷണം പറയുന്നവരുണ്ട്, ആഭിചാരകനുണ്ട്. ഇങ്ങനെ അവരുടെ ലിസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഇതിൽ ഒന്നാമത്തേത് നമ്മൾ കാണുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൽ നമുക്കത് കാണാൻ പറ്റത്തില്ലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും രഹസ്യമായി മന്ത്രവാദികളിലൊക്കെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ദൈവങ്ങൾക്കൊന്നുള്ള പേരിൽ കൊച്ചു കുഞ്ഞുങ്ങളെ എന്താ പറയുന്നത്, തീയിലൂടെ കടത്തിവിടുമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് വേദനകളുണ്ടാകും. അത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. ചുട്ടുപഴുത്ത പാത്രങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ വെച്ച് അതിൻ്റെ അകത്ത് സൗരഭ്യ വാസനയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് ആ കുഞ്ഞുങ്ങൾ വെന്തുരുകുമ്പോൾ അത് എന്താ പറയുന്നത്, ദൈവത്തിനുള്ള ഒരു യാഗമായി, ഓഫറിംഗായി അർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം അതിനെ കർശനമായി വെറുത്തു. പിന്നീടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കുമല്ലോ. അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു പാപങ്ങളുടെ ലിസ്റ്റിലുള്ള ഒന്നെന്ന് പറയുന്നത് അഞ്ജനക്കാരനാണ്. അഞ്ജനക്കാരൻ എന്താണ് ഈ അഞ്ജനക്കാരൻ? ഈ 9ാമത്തെ ആളാണ് ഈ അഞ്ജനക്കാരൻ. അഞ്ജനക്കാരൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ ഈ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് വിവരങ്ങൾ സംസാരിക്കുവാൻ, കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം കെൽപ്പുണ്ടെന്ന് അവകാശപ്പെടുന്ന വെളിച്ചപ്പാടന്മാരാണ് ഈ അഞ്ജനക്കാരെന്ന് പറയുന്നത്. അത് ഇന്നും മറ്റ് രീതിയിൽ ഇന്നത്തെ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണിത്? ഇത് സത്യത്തിൽ പൈശാചിക ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് ധരിപ്പിക്കുന്ന ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു മന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷുദ്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്നും നിലവിലുണ്ട്. ഞാൻ പറയാം, ഒരിക്കലും മരിച്ചുപോയവരുടെ അല്ലെങ്കിൽ പരേതന്മാരുടെ ആത്മാക്കളല്ലിത്. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് തിരികെ വരാനായിട്ട് പറ്റില്ല. അപ്പം അവരുടെ രൂപത്തിലും അവരുടെ ഭാവത്തിലുമൊക്കെ എത്തുന്നത് തികച്ചും പൈശാചിക ആത്മാക്കളാണ്. അതിനെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു പൈശാചികമായ ശക്തിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വേദപുസ്തകം വളരെ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നതിനെതിരെ കർശനമായ താക്കീതാണ് ദൈവജനത്തിന് ദൈവം എല്ലാ കാലവും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകാൽ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 26, 31 ഈ വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അരികിലേക്ക് നീ പോകരുത്, അവരാൽ അശുദ്ധരായി തീരാൻ തക്കവണ്ണം നീ അവരെ അന്വേഷിക്കുകയും ചെയ്യരുത്. അപ്പോൾ ദൈവം ഇതിനെ പാപമായിട്ടാണ് കണ്ടിരുന്നത്. അശുദ്ധിയുടെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവം വെറുക്കുന്ന പാപമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്ക് പോയാൽ അവരെ ദൈവത്തിന് വെറുപ്പാണെന്ന് മാത്രമല്ല, ദൈവപ്രസാദം ആ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദൈവിക കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ലേവ്യ പുസ്തകത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് പ്രവാചകനായ യഹസ്കേലിന്റെ പുസ്തകം 21-ാം അധ്യായം 22, 23 ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ചില ക്ഷുദ്ര പ്രയോഗങ്ങൾ, ആഭിചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഹോശയ പ്രവാചകന്റെ പുസ്തകം, പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം, യഹസ്കേലിന്റെ പുസ്തകം, ആ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന, പ്രത്യേകിച്ച് പുരാതന
ബാബിലോൺ ആയിരുന്നു ഇത്തരത്തിലുള്ള ക്ഷുദ്രങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും എല്ലാം കേന്ദ്ര സ്ഥലങ്ങൾ. അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ വളരെ കർശനമായി ബൈബിൾ താക്കീത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവജനം ഒരു കാരണവശാലും അതിലേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യെഹെസ്കേല് 22-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ്? ബാബേൽ രാജാവ് വഴിത്തലയ്ക്കൽ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, അവൻ അമ്പുകൾ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ കരൾ നോട്ടം എന്ന് പറയുന്നത്? അമ്പ് കുലുക്കൽ, കരൾ നോട്ടം, അതുപോലെ തന്നെ വടി ജ്യോത്സ്യം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഈ ചന്ദ്രന്റെ ഒക്കെ യാത്രകൾ നോക്കിയും അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, ക്ഷുദ്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കർശനമായി തന്നെ ദൈവം ആ ഒരു കാര്യത്തെ വിലക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഉദാഹരണത്തിന് ഈ അമ്പ് കുലുക്കിയിടുക എന്ന് പറയുന്നത് ഈ അമ്പുകളെ ആവനാഴിയിലാക്കും. ആവനാഴിയിലാക്കിയിട്ട് ആക്രമിക്കേണ്ടുന്ന രാജ്യങ്ങളുടെ പേരുകളെല്ലാം ആ അമ്പിൽ എഴുതിയിട്ട് അവയെ കുലുക്കി ഏതാണ് ആദ്യം പുറത്തു വരുന്നതെന്ന് നോക്കും. അത് നോക്കിയിട്ട് ആക്രമിക്കും. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു രീതിയാണത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം വളരെ കർശനമായി തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം വിലക്കുന്നത്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് ബോധ്യമുണ്ടാകാനായിട്ടാണ്. ഇത് നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ്. ഇനിയും ആഭിചാരവും മന്ത്രവാദവുമായിട്ട് ഇനി ഒരു എപ്പിസോഡ് ഉണ്ടാകില്ല. കുറെ പേര് ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ക്രിയകളെല്ലാം തന്നെ ദൈവഹിതത്തിന് എതിരായിട്ട് ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കർശനമായി വിലക്കുകയും അതിൽ നിന്ന് ദൈവത്തിന്റെ ജനം ഒഴിഞ്ഞു നിൽക്കണമെന്ന് അവർക്ക് കൽപ്പനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇതിനെ പാപങ്ങളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നായിട്ടാണ് ആഭിചാരത്തെ ഗലാത്യ ലേഖനം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം ആഭിചാരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നായിട്ടാണ്. അങ്ങനെ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഈ മത്സരത്തെയൊക്കെ ആഭിചാരത്തോട് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ആത്മീക അർത്ഥത്തിലല്ല, ആക്ഷരികമായിട്ടുള്ള അർത്ഥത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അപ്പം അടുത്തത്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 വേദഭാഗങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന് 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ തരത്തിലുള്ള ക്രിയകൾ ചെയ്യുന്നവർ, കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല, ക്ഷുദ്രക്കാർക്കുള്ള ഓഹരി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ്. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, വെളിപ്പാട് പുസ്തകം 22-ന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അവർ ഒരിക്കലും ആ ഒരു എന്താ പറയുന്നത്, ആ പുതിയ യെരൂശലേമിൽ അല്ലെങ്കിൽ ആ പട്ടണത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വളരെ കർശനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ കുറച്ച് പരിമിതികൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്തുണ്ട്. അത് എന്താ പറയുന്നത്, ഇന്ന് നിലവിലുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അത് മറ്റൊരു നിലയിലേക്ക് അതിൻ്റെ വ്യാഖ്യാനം പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ ദൈവവചനം നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ദൈവപൈതൽ അതിൽ നിന്ന് അതേ മാറുകയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുക. ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ദൈവമക്കൾ ഒഴിഞ്ഞു നിൽക്കുക. നമ്മളെ സഹായിപ്പാൻ, നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ കർത്താവ് നമുക്ക് സഹായത്തിനായിട്ടുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് അതേ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.